വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് നവകേരളീയം കുടിശ്ശിക നിവാരണം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി 2025 ജനുവരി 2 മുതൽ ഫെബ്രുവരി 28 വരെ സംഘടിപ്പിക്കും. ഭാഗികമായോ പൂർണ്ണമായോ കുടിശ്ശികയായ വായ്പകൾ ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ അവസാനിപ്പിക്കാം. ഈ സുവർണാവസരം ഏവരും പ്രയോജനപ്പെടുത്തുക. ലഹരിമുക്ത വള്ളത്തോൾ നഗർ ബഹുജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ലഹരിമുക്ത വള്ളത്തോൾ നഗർ ബഹുജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ചെറുതുരുത്തി കൊച്ചിമ്പാലത്തിന് സമീപമുള്ള ഹാപ്പിനെസ് പാർക്കിൽ വെച്ച് നടന്നു. യുവ പ്രദീപ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വി പ്രശാന്ത് ക്ലാസ് എടുത്തു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PA യൂസഫ്, M ബിന്ദു, CPM ഏരിയ കമ്മിറ്റി അംഗം M സുലൈമാൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MA മുഹമ്മദ് ഇക്ബാൽ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി P അബ്ദുൾ കരീം, ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ M പ്രീതി, വിമുക്ത ഭടൻ രാധാകൃഷ്ണൻ മുണ്ടനാട്ട്, MV സുലൈമാൻ, P പത്മജ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K സുരേഷ് ബാബു, വിമുക്തി കോർഡിനേറ്റർ ET രാജേഷ് എന്നിവർ സംസാരിച്ചു. കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന നമ്മുടെ നാട്ടുകാരായിട്ടുള്ള കുട്ടികളുടെ കയ്യിൽ നിന്ന് ഏകദേശം 70 ഗ്രാം സിന്തറ്റിക് ഡ്രഗ് ചെറുതുരുത്തി SI നിഖിൽ ഷാറും ടീമും കൂടി പിടിച്ചത്. 0.5 ഗ്രാം പോലും കൈവശം വെച്ചാൽ ജാമ്യം ലഭിക്കാത്ത ഡ്രഗ്സ് നമ്മുടെ മക്കളുടെ കയ്യിൽ നിന്ന് കിട്ടിയ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 70 ഗ്രാമാണ്. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആയി കോടതിയിൽ കൃത്യമായിട്ട് അതിൻ്റെ ചാർജ് ഷീറ്റൊക്കെ കൊടുത്ത് ശിക്ഷാവിധി വരികയാണെങ്കിൽ മിനിമം 15 വർഷമെങ്കിലും ആ കുട്ടികൾ ഏറ്റവും മിനിമം ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇന്ന് അവരുടെ പ്രായം എന്ന് പറയുന്നത് 19-20 വയസ്സാണ്. എന്നാണ് നമ്മുടെ പരിസര പ്രദേശത്തുള്ള മക്കൾ ഈ കേസിൻ്റെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റുക. ഇപ്പോൾ ഒരു ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും. മേ ബി വീണ്ടും ഈ പറഞ്ഞ ബിസിനസ്സിലേക്കൊക്കെ വന്നിട്ടുണ്ടാവും. നമ്മുടെ കുറച്ച് നിയമത്തിൻ്റെ അതിൻ്റേതായിട്ടുള്ള പഴുതുകളും പോരായ്മകളും ഉണ്ടെന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഈ കുട്ടികൾക്ക് കൃത്യമായിട്ട് ശിക്ഷയുടെ വിധി വന്നു കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാർ നിരാശപ്പെടുന്ന തരത്തിൽ ജീവിതത്തിൻ്റെ ഒരു നല്ലൊരു ഭാഗം യൗവനം അല്ലെങ്കിൽ എന്താ പറയുക മധ്യവയസ്സ് എന്നൊക്കെ പറയുന്ന കാലഘട്ടം മുഴുവൻ ജയിലിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തേക്ക് വരേണ്ട അവസ്ഥയാണ്. ഇന്ന് ഒരു അരമണിക്കൂർ മുമ്പ് സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു വാർത്തയാണ്, ശരിയാണോ എന്നറിയില്ല. ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന മകൻ അത് കിട്ടാതെ 68 വയസ്സായ അമ്മയെ മർദ്ദിക്കുന്ന ഒരു വീഡിയോ പ്രചരിച്ചു വരുന്നുണ്ടെന്ന് ഞങ്ങളിപ്പോൾ ജീപ്പിൽ വരുമ്പോഴാണ് ഒരു ചർച്ച ആളുകളുടെ ഇടയിൽ നിന്ന് കേട്ടത്. അപ്പോൾ ഇത്രയും സജീവമായിട്ട് ഇവിടുത്തെ എക്സൈസ് ടീമും പോലീസ് ടീമും അവരുടെ പരിമിതികൾക്കുള്ളിൽ നിന്നും പ്രവർത്തിക്കുമ്പോഴും മലപ്പുറത്ത് ഇന്നലെ പിടിച്ചിട്ടുള്ളത് 1/2 കിലോ MDMA ആണ്. 1/2 കിലോ എന്ന് 500 ഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു 8 ലക്ഷം 9 ലക്ഷം രൂപയ്ക്ക് ക്വാണ്ടിറ്റി. ഇന്ന് 100 ഗ്രാം മലപ്പുറത്ത് പിടിച്ചിട്ടുണ്ട്, കൊച്ചിയിൽ വേറെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ വളരെ സജീവമായി എല്ലാ പഴുതുകളും അടച്ച് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അടക്കമുള്ള ആളുകൾ രംഗത്തിറങ്ങുമ്പോഴും എവിടെയൊക്കെയോ നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു ഭയം നഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ അതിൻ്റെ മോണിറ്ററി ബെനിഫിറ്റ് ആയിരിക്കാം, പണമായിരിക്കാം ലക്ഷ്യം. പക്ഷെ എന്ത് തന്നെയായാലും. ന്യൂസ് ഡെസ്ക് CCV.